എന്തായാലും ആട് 4 വരും. ഞാനും ഈ ട്രെയിലർ കണ്ടപ്പോഴേ തുടക്കം ഭയങ്കര സീരിയസ് ആയി പോയല്ലോ എന്ന് തോന്നി. അപ്പോഴത്തേക്കും പിന്നെ ജയസൂര്യ ഉറുമി വീശുന്നു. മമ്മൂക്ക ആട് 3 ഉണ്ടാവും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അല്ല, എനിക്ക് അറിയില്ല ഇപ്പൊ നിങ്ങൾ ഏത് പേരിലാണ് ഞെട്ടുന്നതെന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് വിജയബാബുവിനോട് ഞാൻ ചാൻസ് ചോദിച്ചു. വിജയബാബു അത് മിഥുനോട് പറഞ്ഞു. മിഥുനെ ഞാൻ വിളിച്ചപ്പോൾ മിഥുൻ പറഞ്ഞു ചേട്ടൻ്റെ അപ്പിയറൻസ് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് കഥാപാത്രങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മിഥുൻ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഒരു ക്യാരക്ടറുണ്ട്, അറക്കലബു എന്നാണ് പേര്, ഒരു ബുച്ചർ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പൻ്റെ കയ്യറുത്തപ്പോൾ കട്ട ചോരയ മുഖത്ത് തെറിച്ചു. എൻ്റെ ഫസ്റ്റ് ഡേ എടുത്ത ഒരു സാധനം എന്ന് വെച്ചാൽ ഞാൻ ബിവറേജസിൽ നിന്ന് ബോട്ടിൽ മേടിച്ചുകൊണ്ട് വരുവാണ്. എന്നിട്ട് എൻ്റെ കയ്യിൽ വാക്കത്തി ഉണ്ട്. അത് വെച്ച് ഞാനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ നോക്കി വണ്ടിയിലേക്ക് കയറുന്ന ഷോട്ടാണ്. അതിങ്ങനെ 48 ഫ്രെയിംസ് സ്ലോ മോഷനിൽ ഇവരിങ്ങനെ എടുത്തു. അത് ചെയ്യുമ്പോൾ ഷോട്ട് കണ്ടപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഞെട്ടി. എനിക്കൊരു രോമാഞ്ചമൊക്കെ വന്നു. എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രോ സാത്താൻ സേവിയറിൻ്റെയാണ്. ഫസ്റ്റ് പാർട്ടിൽ ഇങ്ങനെ ഒരു ബോട്ടിൽ ഇറക്കിക്കൊണ്ടു. അതെനിക്ക് ഭയങ്കര ഇംപ്രസീവായിട്ട് ഫീൽ ചെയ്തു ആ ഇൻട്രോ. സൈജുവേട്ടൻ ഏതൊരു ഇന്റർവ്യൂയിലൂടെ അറിയാതെ നാവിലൂടെ പറഞ്ഞു പോയി ഇതൊരു പീരീഡ് സിനിമയാണ്, ടൈം ട്രാവൽ ആണെന്നുള്ളത്. അന്ന് ജയസൂര്യ നമ്മളെല്ലാവരും കൊണ്ടിരുന്ന ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോഴത്തേക്കും ജയസൂര്യ പറഞ്ഞ് ടൈം ട്രാവൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടി. അപ്പം പിന്നെ എന്നെ ആദ്യം എന്തിനാണ് ഇവരെല്ലാവരും കൂടെ വിളിച്ചത് തെറി വിളിച്ചെന്നുള്ളത്. മോഹിനിയാട്ടോ ആക്ച്വലി. കാരണം ഇനി സഹിച്ചായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അതാണ്. അതിനുശേഷം കുച്ചിപ്പൊടി ഉണ്ടാവും ഇനിയിപ്പം. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പൊടി എന്താണ് ഉദ്ദേശിച്ചത്? ഷാജി ചേട്ടാ ഇവിടെ അരുതബു അൺഎക്സ്പെക്റ്റഡ്ലി ഒരു മലയാളം സിനിമ ഒരു കൾട്ട് ക്ലാസിക് പടമായി മാറി. അതിൻ്റെ 2ാം ഭാഗം ഇറങ്ങിയിട്ട് ഇപ്പോൾ 8-10 വർഷമൊക്കെ ആയ സമയത്താണ് 3ാം ഭാഗത്തിൻ്റെ റിലീസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ സിനിമയിലെ വൺ ഓഫ് ദ സിഗ്നേച്ചർ ക്യാരക്ടർ ചെയ്ത് ഒരാൾ ഇന്ന് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ആൻഡ് ഐ എം വെരി മച്ച് ഹാപ്പി ടു വെൽക്കം നമ്മുടെ അറക്കൽ അബു ടു നമ്മുടെ ഷോ. വെൽക്കം സൈജു ചേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടനെ പോലെ തന്നെ ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. ചേട്ടനെ പോലെ തന്നെ ഞങ്ങൾ ടെൻസ്ഡും ആണ്. ഇത് എല്ലാ ഇമോഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ചേട്ടൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ആദ്യത്തെ ഭാഗം ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ എന്താണെന്ന് അറിയത്തില്ല, ഒരു റെഫറൻസ് പരിപാടിയില്ല. ഇപ്പൊ 3ാമത്തെ ഭാഗം ചെയ്യാണ്. ഇതിൽ ഏത് റിലീസ് ആയപ്പോൾ, അതായത് ആട് 1 ആണോ 2 ആണോ 3 റിലീസ് ആകുമ്പോഴാണോ ടെൻഷൻ കൂടുതലുണ്ടായിരുന്നത്? എല്ലാത്തിലും ഒരേപോലത്തെ ടെൻഷൻ തന്നെയാണ്. എന്നാലും ആട് 1 എനിക്ക് അത്ര ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് ബ്ലോക്ക് ബസ്റ്റർ ആണെന്നാണ്. പക്ഷെ അത് നേരെ മറിച്ചാണ് സംഭവിച്ചത്. ആട് 2 റിലീസായപ്പോഴത്തേക്കും ഇനി ആട് 1 പോലെ തന്നെ സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതെ, അപ്പം കുറച്ചുകൂടെ കൂടുതൽ ടെൻഷൻ ആട് 2-ലായിരുന്നു. ഇല്ല, ടെൻഷൻ ഉണ്ട് ആക്ച്വലി. എന്ന് വെച്ചാൽ സെക്കൻഡ് ബ്ലോക്ക് ബസ്റ്റർ ആയത് കാരണം ഇനിയിപ്പം തേർഡ് എന്താകും എന്നുള്ളൊരു ആദ്യമുണ്ട്. അപ്പം ഫസ്റ്റ് ഡേ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ ഒരു ശ്വാസം വിടാൻ പറ്റും. പക്ഷെ എനിക്കതിന് ഈ ആട് ഫസ്റ്റ് മേ ബി ബോക്സ് ഓഫീസിൽ അത്ര ഒരു ഇത് സൃഷ്ടിക്കാത്തത് മേ ബി ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ അത്ര കൂടിയോണ്ടായിരിക്കും. അത് തോന്നിയിട്ടില്ലേ? അതേ എക്സ്പെക്ടേഷൻ ഇപ്പോഴും ഉണ്ട് ആട് 3 റിലീസ് ആവുന്നതിന് മുന്നേ. അപ്പൊ അത് നമുക്ക് കുറച്ച് കൂടുതൽ പേടി, ടെൻഷൻ എല്ലാരും ഉണ്ടല്ലോ. അതെ അതെ അതെ. ബട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ആ ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓഡിയൻസിന് ഷാജി പാപ്പൻ ടീം, അല്ലെങ്കിൽ ഡ്യൂഡ് ആൻഡ് ടീം, സർബത്ത് ഷമീർ ആൻഡ് ടീം, സാത്താൻ സേവിയർ ആൻഡ് ടീം എന്നൊക്കെ ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ എക്സ്പെക്ടേഷനേക്കാളും കുറച്ചുകൂടെ മേളിൽ ആണ് നമ്മൾ ഡെലിവർ ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റിൽ അതൊക്കെ ഉണ്ട്. പിന്നെ ആട് 1-നെയും 2-നേക്കാളും കൂടുതൽ രസമുള്ള വിഷ്വൽസും കൂടെയാണ് നമ്മുടെ. കാരണം കുറച്ചുകൂടെ വൈഡ് ക്യാൻവാസിലാണ് ഇത് ഷൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കുറച്ചുകൂടെ വലിയ ഇൻഫ്രാസ്ട്രക്ചറിലാണ് കഥ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. 2 ടൈം ലൈനിലാണ് കഥ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു 100 വർഷം അല്ലെങ്കിൽ 125 വർഷം പഴക്കമുള്ളൊരു കാലഘട്ടമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള വിഷ്വൽസുമാണ്. പിന്നെ ആട്, കാളവണ്ടി, കുതിരവണ്ടി,
അങ്ങനെ ഒരുപാട് സന്നാഹങ്ങളും ഒക്കെ ഉള്ള കുറേ ആൾക്കാരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ക്രൗഡും അതും ഇതൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്രാവശ്യം അടുത്തത്. എനിക്ക് തന്നെ ആദ്യത്തെ രണ്ടത്തിനേക്കാളും ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ പറഞ്ഞ പോലെ ട്രെയിലറിലേ നമുക്ക് മനസ്സിലാവും ഇതൊരു ഒരു പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ആ കാലഘട്ടം ഷൂട്ട് ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ പ്രസന്റ് ടൈം ഷൂട്ട് ചെയ്യുമ്പോഴും ചേട്ടൻ ഈ സെറ്റിൽ ഏറ്റവും എൻജോയ് ചെയ്ത് ഏത് ടൈം പീരീഡ് ഷൂട്ട് ചെയ്യുമ്പോഴാണ്? അത് ഈ പ്രസന്റ് ടൈം ലൈൻ തന്നെയാണ്. കാരണം മറ്റേത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരുന്നു. സ്ഥിരമായിട്ടുള്ളൊരു കോമൺ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിഗ് വയ്ക്കലും ഈ മറ്റേ തലയിൽ കിരീടം വയ്ക്കലും പിന്നെ കുറച്ച് ഭാരമുള്ള കോസ്റ്റ്യൂംസ് ആയിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ കവചം അതുമൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ചെരുപ്പുകളൊക്കെ ചെരുപ്പിടാൻ തന്നെ ഒരു 5 മിനിറ്റ് എടുക്കും. അങ്ങനത്തെ ചെരുപ്പുകളായിരുന്നു. സ്റ്റെഫി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഒരുപാട് റിസർച്ച് ചെയ്ത് നമ്മുടെ ഈ ബാഹുബലിയുടെ സ്റ്റിച്ച് ചെയ്ത കോസ്റ്റ്യൂമിൻ്റെ ആൾക്കാർ തന്നെയാണ് ഇതിലും വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ വന്നിരുന്നു നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു കോമൺ ബുദ്ധിമുട്ടായിരുന്നു എല്ലാ ദിവസവും. അത് കൂടാണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യലും മഴ പെയ്യുന്നത് ഞാൻ കേട്ടത് ജയേട്ടൻ പറഞ്ഞ കേട്ടത്. അത് ആട് 1-ലും 2-ലും 3 ഷൂട്ട് ചെയ്തപ്പോഴും മഴ പെയ്യുണ്ടായിരുന്നു അല്ലേ? ആട് 1-ന്റെ എനിക്ക് അത്ര ഓർമ്മയില്ല മഴ എത്രമാത്രം ബാധിച്ചായിരുന്നു. പക്ഷെ സെക്കൻഡ് ആടിൽ നമ്മൾ ആദ്യത്തെ 3 ദിവസം ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തൊടുപുഴയിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് പിന്നെ നമ്മൾ 2 ദിവസം ഷൂട്ട് ചെയ്യും, പിന്നെ ബ്രേക്ക് ചെയ്യും, പിന്നെ ഒരാഴ്ച ഷൂട്ട് ചെയ്യും, പിന്നെ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. ഈ മഴ വന്ന് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ വെയിറ്റിംഗ് ആണ്. നമ്മൾ രാവിലെ പോയി ഇതൊക്കെ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കും. ഒരു ഷോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇപ്പം നമ്മളും ഈ പറഞ്ഞ പോലെ റെഡി ആയിട്ട് ഓക്കെ നമ്മൾ ഒരു ഷോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് അങ്ങ് ഇന്നായി. നമ്മളിനിയിപ്പം അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴ പെയ്യുന്നത്. പിന്നെ ഒരു വെയിറ്റിംഗ് ആണ്. പിന്നെ ഒരു 15-20 മിനിറ്റൊക്കെ ചിലപ്പോൾ മഴ പെയ്യുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും മൊത്തം ഗ്രൗണ്ടൊക്കെ നനഞ്ഞിരിക്കും, ചെളിയാവും. പിന്നെ അത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഉണങ്ങിയ മണ്ണുകൊണ്ട് അതിലിടണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൂടാണ്ട് നമ്മളിപ്പം ഒരു കുതിരയുടെ പുറത്തിരുന്ന് ഞാൻ വരുവാണ്, എന്നിട്ട് ഞാൻ വന്നിട്ട് ഒരു പർട്ടിക്കുലർ സ്പോട്ടിലാണ് കുതിര സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കുതിര ഓടിച്ച് ശീലമില്ലാത്തതൊരു പ്രശ്നം, പിന്നെ കുതിര നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളത് വേറൊരു പ്രശ്നം. ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും, അപ്പോഴത്തേക്കും ഫോക്കസ് ഔട്ട് ആവും. അപ്പോൾ വീണ്ടും നമ്മളിത് എല്ലാം റീഅറേഞ്ച് ചെയ്യണം. താഴെ വീഴാനുള്ള ഭാഗ്യം കിട്ടിയായിരുന്നു? ഇല്ലില്ല, കുതിര അങ്ങനെ നമ്മൾ താഴത്ത് വീഴില്ല. അല്ലെങ്കിൽ അത്രയും മുന്നേ കുതിര ഓടിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതല്ലാതെ ഞാൻ പഴശ്ശിരാജ എന്ന് പറഞ്ഞ സിനിമയിൽ ആ സമയത്ത് എന്നെ കാസ്റ്റ് ചെയ്യുകയും ഒരാഴ്ച ഞാൻ പോയി ഇവിടെ നമ്മുടെ കത്രികടവിൽ എന്നൊരു സ്റ്റേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഞാൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു. പക്ഷെ പ്രാക്ടീസ് എന്ന് വെച്ചാൽ കുതിര നടക്കും, അതിൻ്റെ പുറത്ത് ഞാൻ ഇരിപ്പുണ്ട്. ഇതായിരുന്നു എൻ്റെ പ്രാക്ടീസ്. അതിനുശേഷം പക്ഷേ ഇതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. ഈ കോമൻ കുറുപ്പ് എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടർ പടത്തലവനാണ്. അപ്പം ഇദ്ദേഹം കുതിരയിൽ കുതിച്ചു വരുവാണെന്നൊക്കെ, ഹൈ സ്പീഡിലാണ്. അപ്പം ആ സ്പീഡിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. അപ്പം താഴത്ത് വീഴുന്നുള്ള പേടി ചെറുതായിട്ടുണ്ടെങ്കിലും പക്ഷെ മൊത്തം നമ്മുടെ ഒരു ഗ്രിപ്പിലാണ്, നമ്മുടെ ഒരു കൺട്രോളിലാണ് ഈ സാധനം. പിന്നെ ഇത് ഇങ്ങനെ ചാടുകയൊക്കെ ചെയ്യുവാണെങ്കിലുള്ള പ്രശ്നമാണ് ബാക്കിലേക്ക്. അത് എനിക്ക് തോന്നുന്നത് ആവശ്യമില്ലാണ്ട് അങ്ങനെ ചാടില്ല, ഇത് ചാടിപ്പിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാനൊന്നും ഇരുന്നപ്പോൾ അങ്ങനെ ചാടിയിട്ടില്ല. പിന്നെ ഓക്കെ സെറ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 2 കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്യുന്ന സാധനം ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടതാണ്. അതായത് സൈജുവേട്ടൻ ഏതൊരു ഇന്റർവ്യൂയിലൂടെ അറിയാതെ നാവിലൂടെ പറഞ്ഞു പോയി ഇതൊരു പീരീഡ് സിനിമയാണ്, ടൈം ട്രാവൽ ആണെന്നുള്ളത്. അപ്പൊ അവിടെ നിന്ന് വിളി വന്നു, നിന്നോട് ആരാടോ പറഞ്ഞത് ഇതൊക്കെ പറയാനായിട്ടുള്ളത്. പക്ഷെ പിന്നെ ചേട്ടന് തന്നെ കൺഫ്യൂഷൻ ആയല്ലേ, ഇത് ടൈം ട്രാവൽ ആണോ അതോ അങ്ങനത്തെ അല്ലാതെ? അത് ഞങ്ങളെ കൺഫ്യൂഷൻ സീരിയസ്ലി ഞാൻ മൊത്തം പടം കണ്ടിട്ടില്ല. അന്ന് ജയസൂര്യ നമ്മളെല്ലാവരും കൂടെ ഇരുന്നൊരു ഇന്റർവ്യൂ കൊടുത്തപ്പോഴത്തേക്കും ജയസൂര്യ പറഞ്ഞ് ടൈം ട്രാവൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടി. അപ്പം പിന്നെ എന്നെ ആദ്യം എന്തിനാണ് ഇവരെല്ലാവരും കൂടെ വിളിച്ചാൽ തെറി വിളിച്ചെന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ കൺഫ്യൂഷൻ മാറിയിട്ടില്ല. ചിലപ്പോൾ അറിയാം. അതെ, ഈ പടത്തിന്റെ ട്രെയിലർ ഔട്ടായ സമയത്ത് ആട് 3യുടെ എല്ലാ അപ്ഡേറ്റിനും നമ്മളിങ്ങനെ മറ്റേ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ആ ഒരു ഹീറോസ് എല്ലാം ഒരുമിച്ച് വരുന്ന, കാരണം പടത്തിലെ ക്യാരക്ടേഴ്സ് ഐക്കോണിക് ആണ്. ഓരോ കഥാപാത്രത്തിന് ആ ഒരു സോങ് ഉണ്ടല്ലോ, അതെല്ലാം പിന്നെ മീമുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ച ഒരു സിനിമ കൂടിയിട്ടാണ് ആട് 1 and 2. അപ്പോൾ 3യുടെ ട്രെയിലർ കണ്ടപ്പം ആദ്യം നമുക്ക് കുറച്ച് ഡൗട്ട് അടിച്ചു, ഇതിനിപ്പോൾ സീരിയസ് മോഡിലാണോ ഇവർ മൂന്നാമത്തെ ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോഴാണ് അല്ല എവിടെയൊക്കെ കോമഡി ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ആണോ അതോ ഇൻ ബിറ്റ്വീൻ ഒരു സീരിയസ് സാധനം ഇതിലുണ്ടോ? ഇല്ലില്ല, 2 ടൈം ലൈൻ ആണെങ്കിലും പല പല കഥാപാത്രങ്ങളാണ് പലരും ചെയ്തിരിക്കുന്നതെങ്കിലും കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ എല്ലാവരും മണ്ടന്മാരാണ്.
മനസ്സിലായില്ലേ? അതിപ്പം പീരീഡിലെ രാജാവായാലും പടത്തലവനായാലും സേനാപതിയായാലും കാര്യസ്ഥനായാലും അല്ലെങ്കിൽ പ്രജകളായാലും അവരും മണ്ടന്മാര്. ഈ പ്രസന്റിൽ നമുക്ക് പരിചയമുള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഷാജി പാപ്പൻ ആൻഡ് ടീം, സർവർ ഷമീർ ആൻഡ് ടീം, അല്ലെങ്കിൽ സാത്താൻ സേവിയർ ആൻഡ് ടീം, ഡ്യൂഡ് ആൻഡ് ടീം, അവരും മണ്ടന്മാര്. അപ്പൊ ഈ മണ്ടന്മാരുടെ ഒരു സമ്മേളനമാണ്. അപ്പം അത് ഇത് പറഞ്ഞ ശരിയാണ്. ഞാനും ഈ ട്രെയിലർ കണ്ടപ്പോഴേ തുടക്കം ഭയങ്കര സീരിയസ് ആയി പോയല്ലോ എന്ന് തോന്നി. അപ്പോഴത്തേക്കും പിന്നെ ജയസൂര്യ ഉറുമി വീശുന്നു, അടുത്തത് വിനായകന്റെ ഡയലോഗ് ഇത് മതി ഇനി ഇത് കൂടി എന്നൊക്കെ പറയണേ. അപ്പൊ അവിടുന്ന് പിന്നെ ആൾക്കാർക്ക് കിട്ടി, ഓക്കെ 2 ടൈം ലൈനിലും സംഭവം നമ്മുടെ പഴയ ആടിന്റെ ലൈനിൽ തന്നെയാണ് പോകുന്നത്. ശരി, ഇത് നമ്മൾ വിക്കിപീഡിയയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിലൊരു വാക്ക് ഞാൻ കണ്ടു, എന്താ സബ്ഡുവോളജി. എന്റെ വിവരമില്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ നോക്കിയത് എന്താ ഈ സബ്ഡുവോളജി. ഈ പടം മലയാളത്തിലെ ഫസ്റ്റ് സബ്ഡുവോളജി മൂവിയാണെന്ന്. എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, അതായത് ഒരു പടം 2 പാർട്ടായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ഒരു വലിയൊരു പാർട്ടായിട്ട് ഇറക്കുക. എന്ന് വെച്ചാൽ ആട് 3യുടെ പാർട്ട് 1 അല്ലേ ഇപ്പൊ ഇത്, പാർട്ട് 2 ഒരു പോസിബിലിറ്റി ഇല്ലേ, അതാണ് അത്രേ സബ്ഡുവോളജി എന്നൊക്കെ ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇതിന്റെ സക്സസ് അനുസരിച്ചായിരിക്കും അടുത്ത പാർട്ട് ഇറക്കാന്ന് പറഞ്ഞു. മിഥുൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് എത്രത്തോളം കോൺഫിഡന്റ് ആണ് ഇത് സക്സസ്ഫുൾ ആയിരിക്കും തിയേറ്ററിൽ എന്നുള്ളതിന്? എന്തായാലും ആട് 4 വരും, അല്ലെങ്കിൽ 1 ലാസ്റ്റ് റൈഡിന്റെ സെക്കൻഡ് പാർട്ട് വരും. അത് എനിക്ക് ഉറപ്പാണ്. വെച്ചാല് അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ എനിക്ക് അത്രയും വിശ്വാസമാണ് അടുത്തറിയില്ല. അതാണ് കോൺഫിഡൻസ്. അതെ. ശരി, വിനായകൻ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് അരക്കിലബുവിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുമോ? പുള്ളി ഭയങ്കര രസമാണ് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ. പുള്ളി പിന്നെ ഓഫ് സ്ക്രീനും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ്. ഈ ആട് 1 ഞാൻ ആക്ച്വലി ഞെട്ടിപ്പോയി വെച്ചാൽ വിനായകന്റെ ഞാൻ കൂടുതൽ നെഗറ്റീവ് ഷെയ്ഡഡ് ക്യാരക്ടേഴ്സാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ നമുക്കൊരു ഇമേജ് കിട്ടുന്നത്, ഇപ്പം ഞാൻ സിനിമ ആക്ടർ ആണെങ്കിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും പുള്ളി അങ്ങനെയാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും, തോന്നിപ്പോകും. അതെ. പക്ഷെ ഞാൻ ആട് 1 നമ്മൾ ഡ്യൂഡ് ക്ലൈമാക്സ് ഡ്യൂഡിൻ്റെയും ഷാജി പാപ്പൻ്റെ ഗ്യാങ്ങിൻ്റെ ഇതെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ജയസൂര്യ എന്തോ ഒരു കോമഡി പറഞ്ഞു ഞങ്ങളെല്ലാവരും നിൽക്കുമ്പോഴത്തേക്കും. വിനായകനാണെങ്കിൽ കൊച്ചു പിള്ളേരെ പോലെ ഇരിക്കുന്നത്, എന്നിട്ട് ചിരി പിടിച്ചിട്ട് നിൽക്കുന്നില്ല പുള്ളിക്ക്. എന്നിട്ട് പുള്ളി ജയനെപ്പോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടിക്കുവാണ്. അത്രയും ഇന്നസെൻസ് ആണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനൊന്ന് ആലോചിച്ചേ ചോദിക്കണോ ചോദ്യം ഞാൻ ആലോചിച്ചത്, കാരണം ഒരു പേടി നമുക്ക് തോന്നില്ലേ പുള്ളിയോട്. പക്ഷെ ആള് ശരിക്കും പഞ്ചഭാവ. പിന്നെ നമ്മളത് ചതിക്കാത്ത ചന്തുവിനെ കണ്ടിട്ടുള്ളതാ ശരിക്കും. ഞാനത് വിട്ടുപോയായിരുന്നു അതിൻ്റെ അകത്തുള്ള ക്യാരക്ടറൊക്കെ. പക്ഷെ നമുക്ക് കൂടുതൽ ഓർമ്മ കുറച്ച് സീരിയസ് വില്ലൻ റോളുള്ള കഥാപാത്രം. പക്ഷെ എനിക്ക് പുള്ളിനെ പറയുമ്പോൾ എനിക്ക് എന്തോ അതാണ് ആദ്യം ഓർമ്മ വരുന്ന ഒരു സാധനം തന്നെ. ഈ സൈജോ കുറുപ്പ് എന്ന ആക്ടർ ഇപ്പോഴും സംവിധായകരുടെ അടുത്ത് ചാൻസ് ചോദിച്ചു പോയി സിനിമ ചെയ്യുമെന്ന് പറയുമ്പം പ്രേക്ഷകർ എന്നുള്ളതല്ലേ നമുക്ക് കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പുള്ളിക്കും ചാൻസ് ചോദിക്കുന്നുണ്ടോ എന്നുള്ളൊരവസ്ഥ. പക്ഷെ ആടിലേക്ക് മിഥുൻ മാനുവലിനെ അപ്രോച്ച് ചെയ്ത് ആക്ച്വലി ചാൻസ് ചോദിച്ചിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. ആ സമയം ആ സംവിധായകനെ എങ്ങനെയാ കൺവിൻസ് ചെയ്തെടുത്തത്? അത് ഞാനല്ല കൺവിൻസ് ചെയ്തത്. വിജയബാബുവിനോട് ഞാൻ ചാൻസ് ചോദിച്ചു. വിജയബാബു അത് മിഥുനോട് പറഞ്ഞു. എന്നിട്ട് വിജയ് എന്നോട് പറഞ്ഞു മിഥുനെ വിളിക്കാൻ. മിഥുനെ ഞാൻ വിളിച്ചപ്പോൾ മിഥുൻ പറഞ്ഞു ചേട്ടൻ്റെ അപ്പിയറൻസ് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് കഥാപാത്രങ്ങളൊന്നുമില്ല, ഇതിൻ്റെ അകത്തെല്ലാം ഗ്രാമീണരാണ്. അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ട്, എനിക്ക് ഒരു ഗ്രാമീണൻ എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ അത് പറയാനുള്ളൊരു എനിക്ക് സ്പേസ് കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ശരി മിഥുൻ, എന്നാൽ പിന്നെ നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ എന്തെങ്കിലും കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ കൂടെ കൂട്ടുക എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മിഥുൻ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഒരു ക്യാരക്ടറുണ്ട്, അറക്കലബു എന്നാണ് പേര്, ഒരു ബുച്ചർ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. അപ്പം അതൊന്ന് ചേട്ടൻ എറണാകുളത്ത് വരുമ്പം ഫ്ലാറ്റിലേക്ക് വന്നാലേ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ അറക്കിലബു ആയാലും ഏത് ക്യാരക്ടറായാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത് സിനിമയിലാണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ ഒരു 1 ലൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വിജയ് പറഞ്ഞപ്പം. അങ്ങനെ ഞാൻ പോയി കേൾക്കുന്നു. ഒന്നാമത് ചോയ്സ് ഇല്ല, അപ്പം തന്നെ ഞാൻ ഓൾറെഡി ഇന്നാണ്. പിന്നെ ഇത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഒരു ഇതുണ്ടായിരുന്നത് എല്ലാ സീനിലും എനിക്ക് ഒരു ലൈൻ ഡയലോഗ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും കുറേ ഡയലോഗ്സ് ഉണ്ട്, എനിക്ക് മാത്രം ഒരു ഡയലോഗ്. പിന്നെ ഇങ്ങനത്തെ ഒരു ഇൻട്രോ ഉണ്ടാകുമെന്നോ ഇതൊന്നും നമുക്കറിയില്ല. ഈ BGM ഈ മ്യൂസിക് ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഷൂട്ട് ഫസ്റ്റ് ഡേ
എൻ്റെ ഫസ്റ്റ് ഡേ എടുത്ത ഒരു സാധനം എന്ന് വെച്ചാൽ ഞാൻ ബിവറേജിൽ നിന്ന് ബോട്ടിൽ മേടിച്ചുകൊണ്ട് വരുവാണ്. എന്നിട്ട് എൻ്റെ കയ്യിൽ വാക്കത്തിയുണ്ട്, അത് വെച്ച് ഞാനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ നോക്കി വണ്ടിയിലേക്ക് കയറുന്ന ഷോട്ടാണ്. അതിങ്ങനെ 48 ഫ്രെയിംസ് സ്ലോ മോഷനിൽ ഇവരിങ്ങനെ എടുത്തു. അത് ചെയ്യുമ്പോൾ ഷോട്ട് കണ്ടപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഞെട്ടി, എനിക്കൊരു രോമാഞ്ചമൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു 10 ഡയലോഗ് പറയുന്നതിന് പകരം ഇത് കിട്ടിയല്ലോ നമുക്ക്. ഇതിനകത്ത് ഡയലോഗും ഇല്ല, പക്ഷെ അത്രയും ബിൽഡപ്പാണ് ഈ അബു ക്യാരക്ടറിന്. ഇത് വിജയേട്ടൻ ആക്ച്വലി എന്താ പറഞ്ഞ ആക്ച്വലി ഇത് ഇവനെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്ന ഒരാള് ഈ ക്യാരക്ടർ ഇത്ര ഹിറ്റ് ആയപ്പോ പുള്ളിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? വിജയ് അല്ല അപ്പൊ ഒന്നും പറഞ്ഞില്ല. പിന്നെ സെക്കൻഡ് ആഡ് റിലീസ് ആകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് വിജയ് ഈ സിനിമ പുള്ളിയുടെ ഫാമിലി ആയിട്ടിരുന്ന് കണ്ടു. എന്നിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ആ ജീവനാന്ത കാലം ഇനി സൈജു കുറുപ്പ് കഴിഞ്ഞാൽ അറക്കലബു എന്നുള്ള പേരിലായിരിക്കും അറിയപ്പെടുന്നതാണ്. അപ്പം അതെനിക്കൊരു സന്തോഷം തോന്നി. പക്ഷെ അത് എന്നാലും ഞാനതങ്ങനെ മൊത്തത്തിലങ്ങ് എടുത്തിട്ടില്ല. എന്നുവെച്ചാൽ പടം ഹിറ്റാവണമല്ലോ. പക്ഷേ അത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. എന്നെ ഇപ്പം ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും മുളച്ചു നിൽക്കുന്നത് അറക്കലബു തന്നെയാണ്. പിന്നെ ആൾക്കാർ വേറെ ഇപ്പം ഗുണ്ടജേനും അല്ലെങ്കിൽ ജോണി പെരുങ്ങോടനും പ്രസന്നൻ എന്നൊക്കെ വിളിക്കാറുണ്ടെങ്കിലും ഇത് തന്നെയാണ് തന്നെയാണ്. ഇതിൽ മാറ്റമൊന്നുമില്ല. ഇത് നമ്മൾ ഈ ആട് 3ന്റെ ഓരോ അപ്ഡേറ്റ്സ് കേൾക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ ടൈമിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സിനിമയിൽ പിന്നെ എല്ലാത്തിലും ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ മമ്മൂക്കയുടെ പേര് കേട്ടു. മമ്മൂക്ക ആട് 3യിൽ ഉണ്ടാവും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതില്ലാതും നമ്മളിങ്ങനെ അറിഞ്ഞു. പുള്ളിക്ക് ആ ഒരു ഷെഡ്യൂളൊന്നും ഓക്കെ ആവാത്തതുകൊണ്ട് അത് നിങ്ങളുടെ അടുത്ത് ആ സാധനം എത്തിയിട്ടുണ്ടായിരുന്നോ? മമ്മൂക്ക ചിലപ്പോൾ ഇതിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്? ഞാനങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ ചിലപ്പോൾ വോയിസ് ഓവർ കാണുമെന്നൊക്കെ അങ്ങനെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോ ഇന്റർവ്യൂസിൽ പലരും ചോദിക്കുമ്പോഴാണ് ഞാനും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഇത് കേട്ടിരുന്നു, ഇങ്ങനെ ചിലപ്പോൾ ഒരു വോയിസ് ഓവർ എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാകുമെന്നൊക്കെ കേട്ടായിരുന്നു. അല്ലാതെ ഒന്നുമില്ല. മലയാളത്തിൽ നിന്ന് നമ്മൾ കണ്ടാൽ ഞെട്ടാൻ പോകുന്ന തരത്തിൽ ആരെങ്കിലും? അല്ല, എനിക്കറിയില്ല ഇപ്പൊ നിങ്ങൾ ഏത് പേരിലാണ് ഞെട്ടുന്നത് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് പലർക്കും പല രീതിയിൽ പല ആൾക്കാരെ കേട്ടാലാണല്ലോ ഞെട്ടുന്നത്. അപ്പൊ പിന്നെ ഞാൻ അഭിനയിച്ച സീൻസിൽ വേറെ ആരെ ഞാൻ കണ്ടിട്ടില്ല. ബാക്കിയെല്ലാം ആട് 1ലും 2ലും അഭിനയിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിനകത്ത്. ഈ ആട് 3 ചേട്ടന് പേഴ്സണലി ഈ ഒരു സീൻ എടുക്കാൻ ഞാൻ മുടിഞ്ഞ കഷ്ടപ്പാട് ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റുന്ന ഒരു സീൻ, അങ്ങനത്തെ ഒരു സീൻ ഉണ്ടോ? ഹോഴ്സ് റൈഡിംഗ് വാസ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട്. Yeah, that was extremely difficult. But the shots we got, അത് ഭയങ്കര രസമുള്ള റോപ്പ് ക്യാം വെച്ചിട്ട് കുതിര ഇങ്ങനെ പായുന്നതിൻ്റെ അനുസരിച്ച് റോപ്പിൽ മറ്റേ ഗിംബല് മൗണ്ട് ചെയ്തിട്ടാണ് ഫാസ്റ്റ് ആയിട്ട് ക്യാമറ മൂവ് ചെയ്യും. സോ അത് ആ ഷോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ കോരിത്തരിച്ചു. ശരിക്കും ഈ ഒരു സിനിമയിൽ പല സീൻസിനും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്, പല കോമ്പിനേഷൻസിനും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ വിജയ് ചേട്ടനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും വിനായക ചേട്ടനായിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും സണ്ണി വെയിൻ്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും. അപ്പോൾ ചേട്ടന് ആട് 1ഉം 2ഉം കണ്ടപ്പോൾ അറക്കലബു അല്ലാതെ ഫോർ യു വൺ ക്യാരക്ടർ ദാറ്റ് പേഴ്സണലി ഫെൽ വെരി ഗുഡ്, അത് ഏത് ക്യാരക്ടർ ആയിരിക്കും? ഷാജി പാപ്പനാണ് ദ ബെസ്റ്റ് ക്യാരക്ടർ. യാ, ആൻഡ് ജയസൂര്യ ഈസ് ദ ബെസ്റ്റ് ആക്ടർ ടു പോർട്രേ ദാറ്റ് ക്യാരക്ടർ. പിന്നെ സണ്ണി വെയിൻ്റെ ബിൽഡപ്പ് സാത്താൻ സേവിയറിൻ്റെ ഒരു ഇരുട്ടിലാണ് പുള്ളി ഒരു ഇതിൽ കൂടെ നടക്കുന്നതാണ്. ഇങ്ങനെ ഒരു ബോട്ടിൽ ഇറക്കിക്കൊണ്ട് അതെനിക്ക് ഭയങ്കര ഇംപ്രസീവായിട്ട് ഫീൽ ചെയ്തത് ആ ഇൻട്രോ. എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രോ സാത്താൻ സേവിയറിൻ്റെ ആണ്, ഫസ്റ്റ് പാർട്ടിൽ. യാ, ആൻഡ് പിന്നെ ഓഫ്കോഴ്സ് ഡ്യൂഡ്, സർബോസ് ഷമീർ ഒക്കെ മാറ്റി നിർത്താൻ പറ്റത്തില്ല, ഇന്നതാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്ലോട്ടാണ്. പിന്നെ നമ്മുടെ ഇന്ദ്രൻ സേട്ടന്റെ ക്യാരക്ടർ, അതൊക്കെ എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. ഈ ഇത്ര വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോഴേ ആ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറാണ്. അന്ന് കണ്ടതുപോലെ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇതും ഇരിക്കുന്നത്. അത് ഏകദേശം അതേ സൈസിലും വെയിറ്റിലൊക്കെ തന്നെയാണ്. അത് കോൺഷ്യസ് ആയിട്ട് എടുത്ത തീരുമാനം ആയിരുന്നോ, അതോ കാരണം വേറൊരു കഥാപാത്രം അന്ന് ഇൻ ബിറ്റ്വീൻ അതിന് കുറച്ച് വെയിറ്റ് ഒക്കെ ഇടണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് ഇതിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഭയങ്കര പാടായിരുന്നില്ലേ? അതെ, അത് ശരിയാണ്. എനിക്ക് ബാക്കിയുള്ളവർ അത്ര കോൺഷ്യസ് ആയിട്ട് തീരുമാനങ്ങൾ എടുത്താണോന്ന് അറിയില്ല. ഡെഫിനറ്റ്ലി ജയസൂര്യ ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ബോഡി ഇങ്ങനെ ഇരിക്കണമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പം ഒരുപാട് വെയിറ്റ് പുട്ട് ഓൺ ചെയ്താൽ ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടെ 50+ ക്യാരക്ടേഴ്സൊക്കെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് കിട്ടുന്നത്. സോ എന്തായാലും നമ്മളുടെ ഒറിജിനൽ ഏജ് 50 ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് പോകേണ്ടി വരും. അപ്പം വൈ നൗ, ഇതാണ് എൻ്റെ ചോദ്യം.
അപ്പോൾ ഇത് ഇപ്പം അത്രയും പ്രായമായിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രായത്തിന് യോജിക്കുന്ന സിനിമകൾ നമുക്ക് കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൂടാണ്ട് എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ചോറും മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചോറ് ഞാൻ വളരെ അപൂർവമായിട്ട് ഞാൻ കഴിക്കാറുള്ളൂ. എല്ലാം കട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ കോസ്റ്റ്യൂമേഴ്സ് വന്ന് നമുക്ക് കോസ്റ്റ്യൂംസ് തരുമ്പോഴത്തേക്കും അത് ഫിറ്റ് ആവുന്നുണ്ടെന്നുള്ളത് മനസ്സിലാകുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഞാൻ ഇത്രയും നാളും ചോറ് കഴിക്കാണ്ടിരുന്നത് കൊണ്ട് ഈ ഗുണമുണ്ടല്ലോ, ആ ഒരു സന്തോഷം ചില്ലറ സന്തോഷമല്ല. സോ അതെനിക്ക് ഒരുപാട് സംതൃപ്തി തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അരക്കിലബു എന്ന ക്യാരക്ടറിന് സൈജു ഗോവിന്ദക്കുറുപ്പിന്റെ ഭാര്യ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? വാട്ട് ഈസ് യുവർ വൈഫ്സ് ടേക്ക് ഓൺ ദിസ് ക്യാരക്ടർ? അരക്കിലബു ഭയങ്കര ഇഷ്ടമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇല്ല, അങ്ങനെ എടുത്ത് നമ്മള് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും അത് എടുത്തു പറയില്ലല്ലോ, അല്ലേ? ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും അവരെൻ്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ എടാ കുഴപ്പമില്ല. അപ്പോൾ സാധാരണ ഏതൊരു മലയാളിയും പറയുന്ന പോലെ ഒരു കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നതിൻ്റെ അർത്ഥം. അവർക്ക് ഗംഭീരമായിരുന്നു എന്ന് അത് അങ്ങനെ പറയില്ല. അതേപോലെ എൻ്റെ വൈഫ് ഒരിക്കലും എന്നോട് ഈ കഥാപാത്രം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു, അല്ലെങ്കിൽ അരക്കലബു അടിപൊളിയാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഈസ് എ വുമൺ എന്നൊക്കെ പറയണമല്ലേ? ചേച്ചിയുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട് ഈ ഒരു കരിയർ ഇതുവരെ എത്തി നിൽക്കുന്നതിൽ? ബിക്കോസ് എനിക്ക് അനാവശ്യ വീട്ടിലെ ടെൻഷൻ തരില്ല. എൻ്റെ ഫാദർ 2018 മരിച്ചതിന് ശേഷം എൻ്റെ അമ്മ എൻ്റെ കൂടെയാണ്. എൻ്റെ അമ്മയുടെ സകല കാര്യങ്ങളും വൈഫാണ് നോക്കുന്നത്. അമ്മയ്ക്ക് കണ്ണിൻ്റെ ഒരു ചെറിയ സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അനുവാണ് കൊണ്ടുപോകുന്നത്. ചെറിയ രീതിയിൽ അമ്മയുടെ മൂഡ് ഓഫ് ആണെങ്കിൽ, ഇപ്പം മൂഡ് ഓഫ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹെൽത്തിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴാണ് മൂഡ് ഓഫ് ഉണ്ടാകുന്നത്. അപ്പം അമ്മയോട് ചോദിക്കും, അമ്മ എന്താ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ മരുമകൾക്ക് ഇനിയിപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ, ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വല്ല ചെറിയ പ്രശ്നമായിരിക്കും, അമ്മ പറയില്ല. പക്ഷെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുക എന്താണെന്ന്. എന്നിട്ട് അപ്പം തന്നെ അത് എന്താണ് ഡോക്ടറെ കാണിക്കണമെങ്കിൽ അത് ചെയ്യുക. പിന്നെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ആക്ച്വലി ഈ നമ്മൾ ബോൺ ആക്ടേഴ്സ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഒരുപാട് പ്രിപ്പറേഷൻ വേണം. അപ്പോൾ ഈ പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാണ്ട് വരും, കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതായത് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് രതീഷാണ്. അപ്പം മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ റിസൾട്ട് വരണം, CBSE ബോർഡിൻ്റെ റിസൾട്ട്. അപ്പോൾ എൻ്റെ മോള് 10th-ലാണ്. ഇപ്പോൾ രാവിലെ ഒരു 11 മണിയായപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് രതീഷ് എന്നെ വിളിച്ച് എന്നിട്ട് പറഞ്ഞ്, എടാ എന്തായി റിസൾട്ട്? അപ്പം ഞാൻ ഏത് റിസൾട്ട്? എടാ CBSE റിസൾട്ട് വന്നല്ലോ 10th-ൻ്റെ. ഞാൻ പറഞ്ഞ അതിന് എടാ മയൂഖയുടെ എന്തായെന്ന്? ഞാൻ പറഞ്ഞ റിസൾട്ട് വന്നു. എടാ ഞാൻ ഇപ്പോൾ വിളിക്കാം കട്ട് ചെയ്ത്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം തന്നെ ഇവൻ അനുവിനെ വിളിച്ചു. അനു എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, രതീഷ് വിളിച്ചിട്ട് പറയുകയാണ്, അനു ഹി ഡസൻറ്റ് ഹാവ് എനി ക്ലൂ ദാറ്റ് ഈസ് ഡോട്ടർ ഈസ് സ്റ്റഡിങ് ഇൻ 10th. പുള്ളി വിളിച്ചു പറഞ്ഞു. ആൻഡ് ഹെർ റിസൾട്ട്സ് ആർ ഔട്ട്. അനുവിനെ വിളിച്ചോളൂ. ശരിയാണ് വെച്ചാൽ ഞാൻ ഇപ്പം ആക്ച്വലി ബോധഡാണല്ലോ. അപ്പോൾ റിസൾട്ട് വരും, അപ്പോൾ തലേദിവസം തൊട്ട് ടെൻഷൻ, മറ്റേ സിനിമ റിലീസാകുന്ന പോലെ തലേദിവസം തൊട്ട് ടെൻഷൻ, റിസൾട്ട് വന്നിട്ട് എന്തായി എന്നൊക്കെ ഉള്ളത്. പക്ഷെ എൻ്റെ എന്താണെന്ന് വെച്ചാൽ ഞാനത് ഇത് ചെയ്യാത്തതല്ല, അതായത് ഇഗ്നോർ ചെയ്യുന്നതല്ല, പിള്ളേർ പഠിച്ചോളും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയെ പഠിപ്പിച്ചോളും, ഞാൻ പഠിപ്പിക്കാമല്ലോ. പക്ഷെ കുട്ടിയും ഇതിലേക്ക് ആ ടെൻഷൻ, അച്ഛാ എനിക്ക് ടെൻഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ പറയാറില്ല. ഇല്ല അങ്ങനെ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. ഇല്ല. മോള് ആക്ച്വലി ലോട്ട് ലൈക്ക് മീ. കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ഈ കുട്ടിക്കാലത്തൊക്കെ ഞാൻ വളരെ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന ആളല്ലായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഭയങ്കര ഓപ്പണായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ മോളും അങ്ങനെ പറയാറില്ലായിരുന്നു. അവൾ റീസെൻ്റ്ലി ഒരു 2 years ബാക്കാണ്, അവളിപ്പോൾ 3rd year-ലാണ്, 2 years ബാക്കാണ് അവൾ ആദ്യമായിട്ട് വൈഫിനോട് പറഞ്ഞത്. അവൾ കൊച്ചായിരുന്നു അപ്പം. സോ എൻ്റെ അന്ന് സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു, അതായത് 2009-10 ആ സമയത്തൊക്കെ. അപ്പോൾ സ്കൂളിൽ കുറേ ബുള്ളിങ് ചെയ്തിട്ടുണ്ട് പിള്ളേർ, ബീങ് ആൻ ആക്ടേഴ്സ് ചൈൽഡ്.
അപ്പോൾ അത് എനിക്ക് മനസ്സിലായില്ലത് എന്തുകൊണ്ടായിരിക്കും. പക്ഷേ ഐ തിങ്ക് ദാറ്റ് മേ ബി അൺസക്സസ്ഫുൾ ആക്ടർ ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പം ഒരു ആക്ടറിന്റെ മകൾ മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല. ഇനീഷ്യൽ ഒരു 8 years എടുത്ത് എനിക്ക് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. മേ ബി അതായിരിക്കാം റീസൺ. അല്ലെങ്കിൽ എന്തിനാണ് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ബുള്ളി ചെയ്തത് എന്നുള്ള അറിയില്ല. സോ ഓൾ ദീസ് തിങ്സ് ഹാപ്പൻ. ഷീ നെവർ ടോൾഡ്. ഷീ റീസെൻ്റ്ലി എന്തോ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും അവൾ പറഞ്ഞതാണ്. ബട്ട് അവൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഈ ബുള്ളിയൊക്കെ ഉണ്ടായെങ്കിലും അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോയി. വെരി മെച്ചുവേർഡ്. സ്റ്റിൽ ആടിന് ഇവിടെയൊന്നും അല്ല. ഇപ്പൊ നമ്മള് GCC കൺട്രീസിൽ റിലീസ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളൊന്ന് ഷോക്കായി. ബിക്കോസ് അവിടെ വലിയൊരു ഫാൻ ബേസും വലിയൊരു ഔട്ട്കമും നമുക്ക് അവിടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതിന്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും കേട്ടായിരുന്നോ ഫ്രം ദ പ്രൊഡക്ഷൻ സൈഡ് എന്തെങ്കിലും? സോ എനിക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇന്നലെ രാത്രിയിലത്തെയാണ്. വി ആർ റിലീസിംഗ് ഇറ്റ് ഓൺ 19th. ഓക്കെ. യാ. സോ ഇനിയിപ്പം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും വേറെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടോന്ന്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദർ വിൽ ബി എനി ചേഞ്ചസ്. അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ ഈസ് നമുക്ക് ഇപ്പോൾ ഈ ഏപ്രിൽ മാർച്ച് ഈ പെരുന്നാൾ തൊട്ടാണ് നമുക്ക് ഹോളിഡേയ്സ് അല്ല, എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ ഒരുപാട് വലിയ പടങ്ങൾ, ഹൈപ്പുള്ള സിനിമകൾ, എല്ലാവരും കാത്തിരിക്കുന്ന സിനിമകളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഭയങ്കര ക്ലാഷ് ആയിരിക്കും. അതിന് ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ ടോക്സിക്കിന്റെ മാറ്റി വെച്ചു, ബട്ട് അതർ ഫിലിം ഈസ് ഓൾസോ കമ്മിങ്. അതിന്റെ ടെൻഷൻ ഉണ്ടോ ഭയങ്കരമായിട്ട്? ക്ലാഷിന്റെ ആക്ച്വലി എനിക്ക് വലിയ ടെൻഷൻ ഇല്ല. എനിക്ക് ക്ലാഷിന്റെ ഒരു വലിയ ടെൻഷൻ ലാസ്റ്റ് ഉണ്ടായിരുന്നത് അഭിലാഷം എന്ന് പറഞ്ഞ എൻ്റെ പടം. എമ്പുരാൻ മാർച്ച് 27 റിലീസാവുന്നു. 29-ാം തീയതി അഭിലാഷം റിലീസ് ചെയ്യുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പ്രൊഡ്യൂസേഴ്സിനോട് ഇൻഫാക്ട് ഞാൻ ചോദിക്കുകയും ചെയ്തു, അത് വേണോ, ഇത്രയും ഹൈപ്പുള്ള ഒരു സിനിമയുടെ കൂടെ നമ്മുടെ ഒരു ചെറിയ പടമാണല്ലോ. ബട്ട് ദേ വർ വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദ മൂവി. പക്ഷേ അവർ പറഞ്ഞത് തന്നെ കറക്റ്റായി. ആക്ച്വലി തിയേറ്റേഴ്സിലൊരു കുഴപ്പമില്ലാത്ത റൺ നമുക്ക് കിട്ടി. ആൻഡ് OTT-ലും വലിയൊരു ഹിറ്റായി അഭിലാഷം. സോ സിനിമകൾ എനിക്ക് തോന്നുന്നത് നല്ല സിനിമയാണെങ്കിൽ അത് ഓടും. പ്രൊവൈഡഡ് ഇപ്പം മഴക്കാലത്തൊക്കെ നമ്മൾ റിലീസ് ചെയ്താൽ ചിലപ്പം ആൾക്കാർ പോകാത്ത സമയമാണല്ലോ, അത് പ്രശ്നമാണ്. ബട്ട് ഇപ്പോൾ എമ്പുരാൻ പോലത്തെ ഒരു വലിയ സിനിമ വരുന്ന സമയത്ത് ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് തിയേറ്ററിലേക്ക് പോകുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ, അത് തുടങ്ങിയൊരു സമയമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ പാരലായിട്ട് വേറൊരു നല്ല സിനിമ ഉണ്ടെങ്കിൽ അതിനും ആൾക്കാർ പ്രിഫർ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല, ക്ലാഷിന്റെ ഒരു ടെൻഷൻ ഇല്ല. ഐ വോണ്ട് ആസ്ക് യു അബൌട്ട് മോഹിനിയാട്ടം ആക്ച്വലി. കാരണം ഇനി ചേട്ടനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതാണ്. ആക്ച്വലി ഞാൻ ചേട്ടൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പടം കണ്ടിട്ട്. എനിക്കറിയാം കുറെ പേര് തവണ മെസ്സേജ് റിപ്ലൈ ചെയ്തില്ലേ? 2 ഹാർട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളിപ്പം അതിൽ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൽ 3 സാധനമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അയക്കണം. ഞാൻ ഒരു ആക്ടർക്ക് അങ്ങനെ മെസ്സേജ് അയക്കുന്നല്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ തോന്നി. ഇറ്റ് വാസ് റിയലി ട്രൂ. കാരണം ആ ഭരതനാട്യത്തിൽ ആ പെർഫോമൻസും സ്റ്റോറിയും കണ്ടപ്പോൾ എന്താണ് ഈ പടം തിയേറ്ററിൽ വർക്കൗട്ട് ആവാത്തത് നമുക്ക് പോലും തോന്നിപ്പോയി. അങ്ങനെ ഒരു പടത്തിന്റെ അടുത്തൊരു സീക്വൻസ് വരാൻ പോവാണ് മോഹിനിയാട്ടം. അതിനെ കുറിച്ചൊന്ന് പറയാം. മോഹിനിയാട്ടം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു സ്ക്രിപ്റ്റാണ്. അത് ദിസ് ടൈം അതൊരു തിയേറ്ററിക്കൽ സിനിമ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 1-2 കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞത്, പ്രശ്നങ്ങൾ പറഞ്ഞത്, ഒന്ന് 30 to 35 മിനിറ്റ്സിലാണ് നമ്മൾ ഇന്നാകുന്നത് സിനിമയിൽ. അതുവരെയും എന്താണ് ഒരു അമ്പലത്തിൻ്റെ പ്രശ്നം കാണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് തന്നെ വീട്ടിലെ ക്യാരക്ടേഴ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാണിക്കുന്നു, ഫോൾസ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു സ്യൂഡോ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് കാണിക്കുന്നു. പക്ഷെ ഇതൊക്കെ പിന്നെ നമുക്ക് ആവശ്യമാണ്, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് സിനിമ കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ എന്തിനെന്നുള്ളത് നമ്മൾ വിചാരിക്കും. സോ അതൊരു പ്രശ്നം പറഞ്ഞിരുന്നു, അതായത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നാവുന്നതെന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം പറഞ്ഞത്, കുറച്ച് പേര് പറഞ്ഞത്, പടം ഗംഭീരമാണ് പക്ഷെ ഒരു തിയേറ്ററിക്കൽ വാച്ച് അല്ല, നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ കാണാം. അപ്പോൾ അത് രണ്ടും പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഒരു തിയേറ്ററിക്കൽ വാച്ച് തന്നെ ഈ 1/2 മണിക്കൂർ എന്നുള്ളത് നമ്മളങ്ങ് കട്ട് ഓഫ് ചെയ്തു. നമ്മൾ സ്റ്റാർട്ടിങ് ആദ്യത്തെ 5 മിനിറ്റ് തന്നെ നമ്മളങ്ങ് ഇന്നാക്കുന്ന രീതിയിൽ നമ്മൾ പരിപാടി പിടിച്ചു. ആൻഡ് എല്ലാ സീനിലും ചിരിക്കാനുള്ള ഒരു അവസരം. ജോണർ ഡാർക്ക് ഹ്യൂമറാണ്, ക്രൈം ഇൻവോൾവ് ആണ്. ക്രൈം ഇൻവോൾവ് ആയിട്ടുള്ള എങ്ങനെ ഹ്യൂമർ ആകുമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ക്രൈം ഇൻവോൾവ് ആയിട്ട് നമുക്ക് ഹ്യൂമർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണമായിരിക്കും മോഹിനിയാട്ടം.
അതിനുശേഷം കുച്ചിപ്പുടി ഉണ്ടാവും ഇനിയിപ്പം ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്താണ് ഉദ്ദേശിച്ചത്? കുച്ചിപ്പുടി ഇനി അറിയില്ല, വേറെ ആരെങ്കിലും അത് അതിന് മുമ്പ് ടൈറ്റില് ഇപ്പൊ വേറെ കുറെ ക്ലാസിക്കൽ ഇതിന്റെയൊക്കെ ന്യൂസ് വരുന്നുണ്ട്, അതായത് ടൈറ്റില് ഓരോ ആൾക്കാർ യൂസ് ചെയ്യാൻ പോകുന്നൊക്കെ. അപ്പൊ നമ്മളിതിങ്ങനെ ഇത് ഈ ആട് പോലെയല്ല ഭരതനാട്യം. ആടിലെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നമുക്ക് എവിടെയും പ്ലേസ് ചെയ്യാം. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അല്ലല്ലോ. അപ്പൊ അത് എത്ര ഇതിലേക്ക് എത്ര സീക്വൽ പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് റൈറ്റ് നൗ ഐ ക്യാൻ സേ ദാറ്റ് ഇപ്പം ആടിന്റെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പാർട്ട് വർക്കൗട്ട് ആകാണ്ട് പിന്നെ നമ്മൾ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നു. അതും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റലി ആണ് ഫസ്റ്റ് ആട് ഭയങ്കരമായിട്ട് ക്ലിക്ക് ആവുകയും അതേപോലെ തന്നെയാണ് ഭരതനാട്യം OTT ക്ലിക്ക് ആവുകയും. സോ കൃഷ്ണദാസ് അതിൻ്റെ റൈറ്റർ ഡയറക്ടർ പറയുമായിരുന്നു, മിഥുൻ ചേട്ടനാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ, ഞങ്ങളുടെ ഗുരുനാഥൻ. എന്നുവെച്ചാൽ പൊട്ടേവിളത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നു. അപ്പം അതേപോലെ നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം പക്ഷെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി OTT ഇത്രയും നമുക്ക് ഹൈപ്പ് കിട്ടി, പിന്നെ നമ്മൾ അതിൻ്റെയും കൂടെ പേര് ചെയ്താക്കാൻ വേണ്ടി എന്തിനാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. അത് ഇൻഫാക്ട് തോമസ് തിരുവല്ല എൻ്റെ പാർട്ട്ണർ, പുള്ളിയാണ് ഞങ്ങളെക്കാളൊക്കെ കോൺഫിഡൻറ്റ്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്കിപ്പം നമ്മൾ വേറൊരു ജോഗ്രഫിയിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ അന്ന് മാള ഏരിയയിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കൂത്തുപറമ്പ് തലശ്ശേരി ആ ഏരിയ. നമ്മൾ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനെ പറ്റി നമ്മൾ അതിന്റെ ഭരതനാട്യത്തിൽ പറയുന്നത്. ശ്രീകണ്ഠപുരത്താണ് നമ്മൾ ഇപ്രാവശ്യം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് നോർത്ത് കേരള അല്ലല്ല, ശ്രീകണ്ഠപുരത്തല്ല. ബട്ട് വി ഹാവ് ഷോട്ട് ഇൻ കൂത്തുപറമ്പ്. ബട്ട് ശ്രീകണ്ഠപുരമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ആൻഡ് വി ഹാവ് നമ്മൾ വേറൊരു സ്ഥലത്തായതുകൊണ്ട് നമുക്ക് പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അതിൻ്റെ അകത്ത് അഡീഷൻസ് സുരാജ് വെഞ്ഞാറമ്മൂട്, വിനയ് ഫോർട്ട്, ജഗദീഷ് ഏട്ടൻ, then we have Baby Jean rapper, and we also have സന്തോഷ് ഗുരുവായൂർ, പിന്നെ നിസ്താർ ഏട്ടൻ. അങ്ങനെ കുറച്ച് പുതിയ കാസ്റ്റ് ഉണ്ട്. ആൻഡ് എല്ലാവർക്കും വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ആൻഡ് 2 മണിക്കൂർ 10 മിനിറ്റ് ക്ലീൻ കോമഡി എന്റർടൈൻമെന്റ് ആണ്. കോമഡി എത്ര പടങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണേ. ഇത് രണ്ടും അല്ലാതെ എന്തൊക്കെയാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്, ഞാൻ സപ്പോർട്ടിംഗ് റോൾ ചെയ്ത 2 സിനിമകളുണ്ട്. ഒന്ന് സുജിത് നായരുടെ അംഗമട്ടഹാസം, ആൻഡ് സെക്കൻഡ് വൺ ഈസ് MA നിഷാദേട്ടൻ്റെ ലേക്ക് എന്ന് പറഞ്ഞൊരു സിനിമ. പിന്നെ ഞാൻ ലീഡ് റോൾ ചെയ്തത് ആരം എന്ന് പറഞ്ഞൊരു സിനിമ. രജീഷ് പരമേശ്വരൻ എന്നാണ് പുതുമുഖ സംവിധായകനാണ്. ആൻഡ് വിഷ്ണു രാമേന്ദ്രൻ ഹീസ് ദ റൈറ്റർ. ഒരു ഭയങ്കര രസമുള്ളൊരു ഭയങ്കര സീരിയസ് ക്യാരക്ടറാണ് എൻ്റെ. അതിനുവേണ്ടി ഞാൻ പറ്റ മുടിയൊക്കെ വെട്ടിയത്. പ്ലേയിങ് പോലീസ് ഓഫീസർ. കട്ടി മീശയൊക്കെ ഉണ്ടായിരുന്നു, അത് പിന്നെ ഞാൻ എടുത്തതാണ്. ഞാൻ 2-3 വർഷമായിട്ട് മീശ മാറ്റി. ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട് കട്ടി മീശ അടുത്ത സിനിമയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട്. അതെ, അപ്പൊ അത് ഒരു ക്രൈം ത്രില്ലറാണ്. രസമുള്ളൊരു പരിപാടിയാണ്. അതും വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി. കുറേ പടങ്ങൾക്ക് വെയിറ്റിംഗ് ആണ്. ആടിയുടെ മോഹിനിയാട്ടത്തിന് സ്പെഷ്യലി വെയിറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇനി കണ്ടിട്ട് ഞാൻ മെസ്സേജ് അയക്കാം. 2 ഹാർട്ട് ഇട്ടേക്കണം ഇവിടെ എല്ലാവരും മെസ്സേജ് അയക്കും. വെരി മച്ച് വെയിറ്റിംഗ്. അപ്പോൾ അറക്കൽ അബുവിനെയും ഷാജി പാപ്പനെയും ഡ്യൂഡിനെയും എല്ലാവരെയും തിയേറ്ററിൽ കാണാൻ ഞങ്ങൾ ഉണ്ടാവും. 100% ഗ്യാരണ്ടി. കേരളം മൊത്തം ഉണ്ടാവും, അത് നമ്മുടെ ഗ്യാരണ്ടി. ഓക്കെ, താങ്ക് യു സൈ ചേട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. ആൻഡ് ഇനി നമ്മൾ തിയേറ്റേഴ്സിൽ കണ്ടിട്ട് അഭിപ്രായം പറയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.